കീടനാശിനിയൊന്നും കാര്യമായിട്ട് അടിക്കാത്ത കാരണം കേടുകൾ വരണതാ. അതിനൊക്കെ മാരകമായിട്ടുള്ള ഇത് അടിക്കണം, എന്നാലേ കേട് പോകുള്ളൂ. അപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല, അത് കാരണം ഇങ്ങനെ കേടായിട്ട് നിൽക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഈ കാണുന്നത് ഞങ്ങളുടെ സ്വന്തം നാട് തോന്നലൂരാണ്. ഈ നിൽക്കുന്നത് രാധേട്ടനാണ്. ഈ മൊട്ട വേനൽക്കാലത്ത് ഈ കളകള ശബ്ദം കേൾക്കാൻ തന്നെ ഒരു രസമല്ലേ. ഇത് ഞങ്ങളുടെ തോന്നലൂർ പാടാണ്. നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ പിന്നെ പാടം മുഴുവൻ പൂട്ടി പച്ചക്കറി ഉണ്ടാക്കും. വിഷമില്ലാത്ത പച്ചക്കറി ഉണ്ടാക്കണം, പിന്നെ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ കൊടുക്കണം എന്ന ഒരു നിലപാടിൽ രാധേട്ടൻ്റെയും സുബ്രഹ്മണ്യൻ്റെയും ഒരു ചെറിയ പരിശ്രമമാണ്. ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് വല്ല ലാഭമുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് ഇഷ്ടമായിട്ടോ. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ലാഭത്തിന് വേണ്ടിയൊന്നുമല്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ഈ പച്ചക്കറി കഴിച്ചിട്ട് രാധാകൃഷ്ണ ഇനി ഉണ്ടെങ്കിൽ തന്നോളൂ എന്ന വാക്കുകൾ, അതിൽ നിന്നും കിട്ടുന്ന ഒരു സന്തോഷം, ഇതിൽ പരം സംതൃപ്തി മറ്റൊന്നിനും നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഈ വാക്കുകൾ. ലൈഫിൽ പല തിരക്കുകൾ പറഞ്ഞ് ഓടുന്നവർക്കിടയിൽ ഇങ്ങനെയും ചിലരുണ്ടല്ലോ, അവർ നമ്മൾ ഓർക്കാതെ പോരുതല്ലോ. എനിക്ക് പയറും ചീരിയും വെണ്ടയും വെള്ളരിയും ഒക്കെ ഇവിടുന്ന് സ്ഥിരം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാർഷിക വൃത്തിയിൽ ഊന്നിയിട്ടുള്ള ഒരു സംസ്കാരമല്ലേ നമ്മുടേത്. നമ്മുടെ സ്ഥിരം ആഹാരത്തിൽ പച്ചക്കറികൾക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് ഉള്ളത്. മുൻപ് നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ വിവിധ തരം പച്ചക്കറികൾ നാം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആവശ്യങ്ങൾക്ക് നാം തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കാലക്രമേണ നമ്മുടെ ആ ഒരു ശീലം ഇല്ലാതാവുകയും പുറത്തുനിന്ന് വാങ്ങി നമുക്ക് ആവശ്യമുള്ളവ ഉപയോഗിക്കുക എന്നൊരു രീതിയിലേക്ക് നമ്മളെത്തി. പച്ചക്കറി മാത്രമല്ല കേട്ടോ, മുട്ട, പാല്, കോഴിയിറച്ചി, അരി തുടങ്ങിയ എല്ലാ വസ്തുക്കളും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. 25 ലക്ഷം ടൺ പച്ചക്കറിയാണ് കേരളത്തിലെ ജനത ഒരു വർഷം ഉപയോഗിക്കുന്നത് എന്നതാണ് കേട്ടോ കണക്ക്. വ്യാവസായികമായിട്ട് കേരളം ഉൽപ്പാദിപ്പിക്കുന്നത് പച്ചക്കറി വെറും 5 ലക്ഷം ടൺ മാത്രമാണത്രേ. ബാക്കി 20 ലക്ഷം ടണ്ണും പച്ചക്കറിയും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നതാണ്. ഇതിനായിട്ട് ഇന്ന് നമുക്ക് ലഭിക്കുന്നത് പച്ചക്കറികളിലെല്ലാം തന്നെ മാരകമായിട്ടുള്ള രാസകീടനാശിനികൾ, രാസവളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ശുദ്ധമായിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള പച്ചക്കറി ഇന്ന് നമുക്ക് ലഭിക്കുന്നതേയില്ല. നാം അങ്ങനെ പണം കൊടുത്ത് വാങ്ങുന്ന എല്ലാം തന്നെ നമുക്ക് ഉണ്ടാകുന്നതോ ക്യാൻസറും വൈകല്യ രോഗങ്ങളും ത്വക്ക് രോഗങ്ങളും നാഡീരോഗങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ വീട്ടുവളപ്പിൽ ഇത്തരം ജൈവ പച്ചക്കറി കൃഷി ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഒരു വ്യക്തിയുടെ ശാരീരിക ആരോഗ്യത്തിനും അതുപോലെ തന്നെ ദൈനംദിനമായിട്ട് നമ്മുടെ ശരീരത്തിൽ 300 ഗ്രാം പച്ചക്കറി എങ്കിലും കഴിക്കണമെന്നതാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമ്മൾ കഴിക്കണതോ ശരാശരി ഒരു 30 ഗ്രാം മാത്രമായിരിക്കും. പോഷക സമൃദ്ധമായിട്ടുള്ള ധാരാളം പച്ചക്കറികൾ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനും ഉപയോഗിക്കാനും നമുക്ക് കഴിയും. ഒരല്പം സ്ഥലം ഉണ്ടെങ്കിൽ വീട്ടിൽ നമുക്കൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാം. പിന്നെ അതിന് വേണ്ടത് നല്ല സൂര്യപ്രകാശവും പിന്നെ നല്ല നീർവാർച്ചയും പിന്നെ ജലസേചന സൗകര്യമുള്ള സ്ഥലം വേണം പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഇത് മാത്രമേ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി രാധേട്ടനും സുബ്രഹ്മണ്യേട്ടനും ഒക്കെ കുറേ കാര്യങ്ങൾ ഇതിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയാലോ. പയർ പൊട്ടിക്കുക രാധേട്ടാ, നമുക്കിന്ന് പയർ നമ്മുടെ വിളവെടുപ്പാണ്. അതെ അതെ, നമ്മുടെ കുത്തരിയുടെ കഞ്ഞി വെക്കുക, എന്നിട്ട് ഈ പയറ് ഉപ്പേരി വെക്കുക. എന്താ മജിയാക്കില്ല. ആദ്യകാലത്തൊക്കെ നമ്മൾ ഈ പയറിന്റെ ഇല ഉപ്പേരി വെച്ചിരുന്നു. എന്താ ടേസ്റ്റ് വെച്ചിട്ടാ. ഇപ്പൊ അങ്ങനെ പയറിന്റെ ഇല ഒന്നും ആരും ഉപ്പേരി വെക്കണില്ല. മെനക്കടം തയ്യാറല്ലോ, ഇത് പൊട്ടിച്ചുണ്ടാക്കണം, അരിയണോ. ഇങ്ങനെ കിടക്കുന്ന പാടാണ് തൊട്ടപ്പുറത്തൊക്കെ ഉള്ളത്. അതിനെയാണ് രാധേട്ടൻ എന്താ നനച്ച് ഭംഗിയാക്കിയിട്ട് ഇതാ ഇങ്ങനെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മൾ കാണാതെ പോരുത്. അതുകൊണ്ടാണ് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് രാധേട്ടൻ ഇത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരണമല്ലോ. നല്ല കാര്യങ്ങൾ നമ്മൾ എല്ലാവരിലേക്ക് എത്തിക്കണ്ടേ. സോറി, ഞാൻ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ വിളിച്ചോളൂ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ രാധേട്ടൻ പറയണ സോറി അമ്മോ കൊടുക്കാനുണ്ടാവും എന്ന് തോന്നണില്ല. ഇത് ഇവിടെ കുറച്ചുള്ള ആൾക്കാർക്ക് ഓൾറെഡി രാധേട്ടൻ്റെ അടുത്ത് ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്നെ കൊടുത്ത് എത്തണില്ല എന്നതാണ് രാധേട്ടൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നടക്കൂല അമ്മൂ നടക്കൂല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. എങ്ങനെയാണ് രാധേട്ടൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്? എങ്ങനെയാണ് പച്ചക്കറി എന്നൊരു കൺസെപ്റ്റിലേക്കൊക്കെ വന്നിട്ടുള്ളത്? അല്ല, നമ്മൾ ഈ കോവിഡ് കാലത്ത് പണിയൊക്കെ ഇല്ലാൻ്റെ പണിയൊക്കെ പോയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ കൃഷിക്ക് ഇറങ്ങി. പൊതുവേ നമ്മൾ ചെറുപ്പം തൊട്ടിനെ താല്പര്യമുള്ളൊരു പക്ഷിയായിരുന്നു. പിന്നെ മേഖലയൊക്കെ മാറിയപ്പോൾ നമുക്ക് സമയം കിട്ടിയിരുന്നില്ല. രാധേട്ടൻ പണ്ട് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാനൊരു 35 വർഷം ബസ്സിൽ കണ്ടക്ടറായിട്ട് പോയിട്ടുള്ള ആളാണ്. അപ്പോൾ കോവിഡിൽ വണ്ടിയൊക്കെ ഓടാൻ്റെ ആയപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങിയതാണ്.
കൃഷിപ്പണി. ഗംഭീരായി. ഇതിന്ന് നമുക്ക് ഈ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ വലിയ ലാഭമൊന്നും ഇല്ല എന്നല്ലേ എല്ലാവരും പറയുന്നത്. നമുക്ക് മാത്രം പ്രതീക്ഷിച്ചിട്ട് അല്ല നമ്മൾ കൃഷിയിലേക്ക് വരണത്. അതെ, വിഷമില്ലാത്ത നല്ല സാധനം ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. നമ്മൾ കഴിക്കുക, നമ്മളെ ചുറ്റിപ്പറ്റി നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക. അതുമാതിരി നമുക്കിത് ലാഭം കിട്ടിയില്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട്. രാവിലെ എഴുന്നേക്കണു, വരുന്നു, ഇതിലൊക്കെ ചെയ്യുന്നു. അപ്പം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. ഷുഗർ ഉണ്ടാവില്ല, പ്രഷർ ഉണ്ടാവില്ല. അതെ. പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഇപ്പോൾ മൊബൈലിലെ ഒരു അതിപ്രസരമായിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെ ഇരിക്കുമ്പോൾ മൊബൈൽ എടുത്ത് നോക്കാൻ തോന്നും. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഒരു 2-3 മണിക്കൂർ കാലത്ത് വന്ന് ഇവിടെ നമ്മൾ ജോലി ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ജോലികളിലേക്ക് പോകും. ഓക്കെ. സന്തോഷമാണ്, ഹാപ്പിയാണ്. അതാണ് വേണ്ടത്. അങ്ങനെ ഞങ്ങളുടെ